മുമ്പ് താമരശ്ശേരി ബിഷപ്പിനെ വിളിച്ചൊരു പദമുണ്ടായിരുന്നു, നികൃഷ്ടജീവി എന്ന്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരുപാട് പദസമ്പത്തുകളുണ്ട്. നികൃഷ്ടജീവി, വെറുക്കപ്പെട്ടവൻ, അങ്ങനെ തുടങ്ങിയിട്ട് അത് മാത്രമല്ല നികേഷ് കുമാർ ഈ അടുത്തിടെ ഒരു ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് CPM-നെതിരെ ഒരു നിരന്തരം ഇങ്ങനെ വിമർശനം വരുന്നുണ്ടല്ലോ, അപ്പോ ഒരു സ്വയം വിമർശനത്തിന് തയ്യാറായിക്കൂടെ, അങ്ങനെ എന്തോ ഒരു ചോദ്യം നികേഷ് കുമാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനെ തിരിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി, നിങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തിന് ഞാൻ എന്ത് സ്വയം വിമർശനം നടത്താനാണെന്ന്. അത് അങ്ങനെ ഒരു ലാംഗ്വേജ് ആണ് അദ്ദേഹം യൂസ് ചെയ്തത്. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു മൈക്ക് കാണുന്നു, മൈക്രോ ഓപ്പറേറ്റർ ചീത്ത പറയും. അതുപോലെ ഒരു പെൺകുട്ടി മൈനോറിറ്റി എന്തെങ്കിലും സംബന്ധിച്ച പരിപാടിയിലാണ് ഒരു പെൺകുട്ടി മുഖ്യമന്ത്രിനെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ അതിന് ചീത്ത പറഞ്ഞു. അതൊക്കെ എന്തിനാണ്? ഒരു പക്ഷേ ആ പെൺകുട്ടി മുഖ്യമന്ത്രി ടൈപ്പൊന്നും ആ മുഖ്യമന്ത്രിയോട് റെസ്പെക്ട് ഉള്ള ഒരു പക്ഷേ CP അനുഭാവിയായിരിക്കാം, ആ മൈക്ക് ഓപ്പറേറ്റർ അങ്ങനെ ആയിരിക്കാം. പക്ഷെ അവരുടെയൊക്കെ ഇപ്പോഴത്തെ ഇതെന്തായിരിക്കും? ആ ഒരു കാരണം വളരെ മോശമായ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പ്രതികരണം അല്ലത്. മാത്രമല്ല, ഇപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഇങ്ങനെ വൈറലായി, സുരേഷ് ഗോപി ഡ്രൈവർ അടിക്കുന്നത്. അയാളൊരു നടനാണ്, പക്ഷേ ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ കം ആക്ടറായി. പക്ഷെ അതൊന്നും ഒരു പൊളിറ്റീഷ്യൻ്റെ അടുത്തുനിന്ന് ഉണ്ടാവേണ്ട ഒരു നടപടിയല്ല ഈ പിണറായിൻ്റെ അടുത്തുനിന്ന് ഉണ്ടായത്. ജനങ്ങൾ പലപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് ഷാഫി പറമ്പിലിനെ പോലുള്ള, ഉമ്മൻചാണ്ടി പോലുള്ള ആ ഒരു ക്യാരക്ടറുള്ള ആളുകളായിരിക്കും. ഇപ്പൊ ഈ മൈക്കുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ തന്നെ ഷാഫി പറമ്പിൽ വടകരയിൽ വന്നിട്ട് അതിനൊരു തിരുത്തൽ കൊടുക്കുന്നുണ്ട്. നമ്മള് എന്തോ മൈക്ക് കേട് വന്നപ്പോൾ ആ സമയത്ത് ഷാഫി പറമ്പിൽ പറയുന്നുണ്ട്, നമ്മുടെ മൈക്ക് കേടുന്ന വന്നാലൊന്നും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ അത്തരത്തിലുള്ള നേതാക്കളെയാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്, ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ശൈലിയല്ലത്. അതെ. പിന്നെ മറ്റൊരു കാര്യം, നേരത്തെ ഒക്കെ CPM-ന് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായിക്ക് സംഭവിച്ചൊരു പ്രധാന അപജയം എന്ന് പറയുന്നത്, മുമ്പൊക്കെ CPM-ന് ഒപ്പം തന്നെ ഒരു ഇടത് അനുകൂല സാംസ്കാരിക ചേരി ഉണ്ടായിരുന്നു. ഇപ്പോൾ പിണറായി സെക്രട്ടറിയായ കാലത്ത്, അല്ലെങ്കിൽ VS മുഖ്യമന്ത്രിയായ കാലത്ത്, അതിനു മുമ്പ് നായനാർ മുഖ്യമന്ത്രിയായ കാലത്തായാലും ശരി, അവരെ തിരുത്താൻ, ആവശ്യമുള്ള സമയത്ത് അവരെ ശാസിക്കാൻ, അതേപോലെ തന്നെ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇടത് ചേരുണ്ടായിരുന്നു, ഒരു സാംസ്കാരിക നിര, വലിയ പുകസയുടെ നേതൃത്വത്തിൽ. അതിൽ അവസാനം കഴിഞ്ഞാണ് MM വിജയൻ മാഷിന്റെ അവസാന കാലത്ത് തന്നെ പിണറായി വിജയനോട് ഫൈറ്റ് ചെയ്തുകൊണ്ട് ആ പത്രസമ്മേളനത്തിനടിയിലാണ്. അത് കേരള ചരിത്രത്തിൽ ഒരു അസാധാരണ സംഭവമാണ്, ഒരാൾ പത്രസമ്മേളനത്തിനടിയിൽ കുഴഞ്ഞു വീണ് മരിക്കുക എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു MM വിജയന്റെ ശേഷം അങ്ങനത്തെ ഒരു കാലിബറിലൊരാളും ഇടത് സാംസ്കാരിക നിരയിലില്ല എന്നുള്ള കാര്യം. അശോകൻ ചെരുവിലിനെ പോലുള്ള ആളുകളെ ഇപ്പോൾ ഒരു സ്തുതിപാഠകരായ ഒരു സാംസ്കാരിക വിങ്ങാണ് ഇപ്പോഴും ഉള്ളൂ. അതല്ല ശാസിക്കാനുള്ള, മാത്രമല്ല ഇനി ശാസിക്കാൻ നിന്നാൽ തന്നെ ഇവരുടെ മറുപടി, പിണറായിയുടെ മറുപടി ഒരു അതായിരിക്കും. അതുകൊണ്ട് പക്ഷെ അവർ മിണ്ടാണ്ടിരിക്കായിരിക്കും. സുകുമാർ ഇക്കോടിനെ പോലുള്ള ആളുകൾ ആ ഒരു നിരയില്ല ഇപ്പോഴും.